അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്ന ഒന്നാണ് കേരള സ്റ്റോറി. എന്നാൽ ദ റിയൽ കേരള സ്റ്റോറി എന്താണ് എന്നറിയണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിന്റെ ചരിത്രത്തിലൂടെ, കേരളത്തിന്റെ എക്കണോമിക്സിലൂടെ ഒന്ന് കടന്നു പോവുക തന്നെ വേണം. 1956 നവംബർ 1 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ രൂപീകരിക്കണമെന്നുള്ള ആവശ്യം ശക്തിപ്പെട്ടു വരുന്നു. അന്ന് ആന്ധ്രാപ്രദേശിൽ പോറ്റി ശ്രീരാമലു ഹങ്കർ സ്ട്രൈക്കിനെ തുടർന്ന് മരണപ്പെട്ടു. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ആവശ്യവുമൊക്കെ ശക്തിപ്പെട്ടു വരുന്ന സമയം ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. എന്നാൽ കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് ഇവിടുത്തെ ആരോഗ്യത്തിനും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനും, അതുപോലെ ബ്രിട്ടീഷ് ഭരണം കാരണം കുറെ അധികം ആളുകളിലേക്ക് സ്വത്തുക്കൾ കോൺസെൻട്രേറ്റ് ചെയ്തു പോകുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയെങ്കിൽ ഭൂപരിഷ്കരണത്തിനും അധികം പ്രാധാന്യം കൊടുത്ത ഒരു സംസ്ഥാനം തന്നെയായിരുന്നു കേരളം. ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തത് ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ്. അപ്പോഴും എക്കണോമിക്സിൽ നിലനിൽക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏതൊരു സംസ്ഥാനമാണെങ്കിലും, ഏതൊരു രാജ്യമാണെങ്കിലും, ഏതൊരു എക്കോണമി ആണെങ്കിലും അത് വികാസം പ്രാപിക്കണമെങ്കിൽ ആദ്യം വികസനം സംഭവിക്കേണ്ടത് അവിടുത്തെ കൃഷിക്കാണ്. കൃഷിക്ക് വികാസം പ്രാപിച്ചു കഴിഞ്ഞാൽ അത് പെതിയെ വ്യവസായത്തിന് വികാസം പ്രാപിക്കും. കൃഷിയും വ്യവസായവും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥലത്ത് സേവന മേഖല വളരുകയുള്ളൂ. പക്ഷേ ഈ ഒരു സേവന മേഖല വളർന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകാനും സാധിക്കുകയുള്ളൂ. പക്ഷേ കേരള സംസ്ഥാനം ആദ്യ കാലഘട്ടം മുതൽ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് തന്നെ പ്രാധാന്യം കൊടുത്തു വന്നു. അപ്പോ ഒരു ചോദ്യം എല്ലാവരിലും ഉയർന്നു നിന്നു. വരുമാനമില്ലാതെ, വ്യവസായമില്ലാതെ, കൃഷിയില്ലാതെ ഒരു സമ്പദ്ഘടനയ്ക്ക് എങ്ങനെയാണ് നിലനിൽക്കാൻ സാധിക്കുക? ഈ ഒരു സംസാരം ലോകമെമ്പാടും മുഴങ്ങിക്കേട്ടു തുടങ്ങി. UN ഇതിനെപ്പറ്റി പഠിക്കാൻ കേരളത്തിലേക്ക് ഒരു സമിതിയെ നിയോഗിച്ചു. അത് KN രാജിനെ പറ്റി എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ ആദ്യ പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയ ആളാണ് KN രാജ്. 1970 കാലഘട്ടത്തിൽ KN രാജ് കേരളത്തിലേക്ക് വരുന്നു. അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് CDS എന്നൊരു സ്ഥാപനം സ്ഥാപിച്ചിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ എക്കോണമി എത്രത്തോളം സുസ്ഥിരമാണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് KN രാജ് ഇതിനെപ്പറ്റി ഒരു പഠനം നടത്തി. അദ്ദേഹത്തിന്റെ പഠന റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു: കേരള സംസ്ഥാനത്തിൽ ഏറ്റവും അധികം ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും കേരളം ഒരുപാട് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും കേരള സംസ്ഥാനത്തിൽ പെർ ക്യാപിറ്റ ഇൻകം ഒരുപാട് കുറവാണ്. തുടർന്ന് 1964 ഗ്യാരി ബേക്കർ ഒരു സിദ്ധാന്തം എഴുതിയിരുന്നു. സിദ്ധാന്തം ഹ്യൂമൻ ക്യാപിറ്റൽ തിയറി. അന്ന് അദ്ദേഹം ഒരു എക്കോണമിക് കൺസെപ്റ്റിലൂടെ ഗ്യാരി ബേക്കർ പറഞ്ഞത് ഇങ്ങനെയാണ്: വ്യവസായത്തിലും ഭൗതിക ആസ്തികളിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വ്യവസായം എങ്ങനെയാണോ വരുമാനം തരുന്നത്, അതുപോലെ തന്നെ ഈ ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ നമുക്ക് വരുമാനം തരും. പക്ഷേ അതൊരു ഉട്ടോപ്യൻ കോൺസെപ്റ്റ് ആയിട്ട് തന്നെ തുടർന്നു. എന്നാൽ കേരള സംസ്ഥാനം ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തതിനപ്പുറം തുടർന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഗ്യാരി ബേക്കറുടെ സിദ്ധാന്തം ശരിയാണ് എന്ന് തെളിയിച്ച ഒരു സംസ്ഥാനമാണ് കേരളം. എങ്ങനെയെന്നല്ലേ? കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ആളുകൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതിയും ഉണ്ടായപ്പോൾ 1970 കാലഘട്ടങ്ങളിൽ ഗൾഫ് ബൂം ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലി അന്വേഷിച്ച് ഗൾഫിലേക്ക് കുടിയേറി പാർത്തു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാനത്തേക്ക് ഒരുപാട് റെമിറ്റൻസ് വരാൻ തുടങ്ങി. അതിനുശേഷം കേരളത്തിന്റെ ആരോഗ്യസ്ഥിതിയും വിദ്യാഭ്യാസ മേഖലയും കുറെ കൂടി വികാസം പ്രാപിച്ചു. കാര്യം അന്നത്തെ ജനങ്ങൾ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പണം ചെലവഴിച്ചു. 1991 LPG റിഫോംസിന് ശേഷം കേരളത്തിൽ വികാസം പ്രാപിച്ച മേഖലകൾ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയുമാണ്. അവിടെ നിന്നുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ചരിത്രം തന്നെയായിരുന്നു. കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 1000 കുട്ടികൾ ജനിക്കുമ്പോൾ മരണപ്പെടുന്ന കുട്ടികളുടെ എണ്ണം വെറും 5 മാത്രമാണ്. എന്നാൽ നാഷണൽ ആവറേജ് 25-ന് മുകളിലായിരിക്കുന്ന സമയം ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 50-ന് മുകളിലാണ്. അതേ സമയത്ത് കേരളം കിടപിടിക്കുന്നത് അമേരിക്കൻ കൺട്രികളോടും യൂറോപ്യൻ കൺട്രികളോടും OECD കൺട്രികളോടും സ്കാൻഡിനേവിയൻ കൺട്രികളോടുമാണ്. ഈവൻ അമേരിക്ക പോലും ഈ ഒരു IMR റേറ്റിൽ കേരളത്തിനേക്കാൾ പുറകിലാണ് എന്ന് നമുക്ക് കാണാം. അമേരിക്കയുടേത് 5.6 ആയിരിക്കുമ്പോൾ കേരളത്തിൻ്റെത് 5 ആണ്. OECD കൺട്രികളുടേത് 6 ആണ്. കേരളം ഇന്ന് സ്കാൻഡിനേവിയൻ കൺട്രികളോട് ഈ പറയുന്ന ശിശുമരണ നിരക്കിൽ കിടപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാതൃമരണ നിരക്കിലും. 1,00,000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് മരണപ്പെടുന്ന അമ്മമാരുടെ കണക്ക് നോക്കുമ്പോൾ കേരളത്തിൽ അത് 20-ൽ താഴെയാണ്. അപ്പോഴും
രാജ്യം ഈ ഒരു SDG ഗോള് 70 എന്ന ഗോളിന് താഴെ നിലനിർത്താൻ ശ്രമിക്കുമ്പോഴും കേരളത്തിന്റെ MMR റേറ്റ് എന്ന് പറയുന്നത് 20-ൽ താഴെ തന്നെയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആരോഗ്യ സൂചിക നോക്കുകയാണെങ്കിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക നോക്കുകയാണെങ്കിൽ ആദ്യ സ്ഥാനത്ത് കേരളമാണ്. അതുപോലെ നിതി ആയോഗിന്റെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെത് വെറും 0.7% മാത്രമാണ്. 1-ാം സ്ഥാനത്ത് കേരളമാണ്. അതേസമയത്ത് ബീഹാർ 51% ദരിദ്രരോടെ ഏറ്റവും പുറകിൽ നിൽക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാലം ഇത്രയും കഴിഞ്ഞപ്പോഴും ക്ഷേമപ്രവർത്തനത്തിൽ, ആരോഗ്യത്തിൽ, വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുന്നിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു. അപ്പോഴും നമുക്കൊരു സംശയം, KN രാജു ചോദിച്ച ചോദ്യം, അങ്ങനെയെങ്കിൽ ഈ പറയുന്ന പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അവസ്ഥ നിലവിൽ കേരളത്തിന്റെ എന്താണ്? ഇന്ന് കേരളത്തിന്റെ GDPയും പെർ ക്യാപിറ്റ ഇൻകവും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 10 സംസ്ഥാനങ്ങളിൽ മുന്നിൽ തന്നെ കേരളമുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന മേഖല ഇന്ന് സേവന മേഖലയാണ്. ഈ പറയുന്ന കാർഷിക മേഖലയും വ്യവസായ മേഖലയും അത്ര വികാസം പ്രാപിച്ചില്ലെങ്കിലും സേവന മേഖല കേരളത്തിൽ ഇന്ന് 65% GDPയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാരി ബേക്കറുടെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുകയാണ്. വികസനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് എപ്പോഴും സംസാരിക്കാനുള്ളത് വികസനത്തിന്റെ ശേഷിപ്പുകൾ തന്നെയായിരിക്കും. മൂർച്ചയുള്ള ഒരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. അങ്ങനെയെങ്കിൽ ഇനി അങ്ങോട്ട് കേരളത്തിന്റെ വികസനം നമുക്കെന്ത് ചെയ്യാം? കാത്തിരുന്ന് തന്നെ കാണാം. കേരളത്തിന്റെ GDP എവിടേക്കെത്തും? ഈ ഒരു തൊഴിലവസരങ്ങൾ കേരളത്തിൽ കൂടുതൽ വരും എന്ന പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം.